ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ കത്തുന്ന ചൂടിന് ക്ഷീണം മാറാനും നമ്മുടെ ശരീരം തണുപ്പിക്കാനും അതുപോലെ നമ്മുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഈ പൊടിയിൽ ധാതുക്കളായ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, സോഡിയം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും. ഈ മണിച്ചോളപ്പൊടിയിൽ ഗ്ലൂട്ടൻ്റെ അംശം തീരെ ഇല്ലാത്തതിനാൽ തൈറോയിഡ് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. ഗർഭിണികൾ അവരുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതുക്കളും വിറ്റാമിനുകളും ലഭിക്കും. ഗർഭസ്ഥ ശിശുവിനും ഗർഭിണികൾക്കും പോഷകദാരിദ്ര്യം അനുഭവപ്പെടില്ല. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മണിച്ചോളത്തിന്. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മണിച്ചോളപ്പൊടി കലക്കി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഈ കലക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ കലക്കി വെച്ച് വെള്ളം തിളക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് കുറുക്കിയെടുക്കാൻ പറ്റും. ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് കുറുകി കിട്ടും. ഇത് കലക്കിയെടുക്കാനും കാച്ചിയെടുക്കാനുമായി 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കുറുക്കിയെടുക്കണം. തിളച്ച വെള്ളത്തിൽ പൊടി കലക്കി ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല കുറച്ച് കട്ടിയായി വരും. അത് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും പപ്പായ കട്ട് ചെയ്തതും ചേർത്ത് ഒരു 5-8 ബദാം തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം തൊലി കളയാൻ കുറച്ച് ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. കുറച്ച് നിലക്കടല വറുത്തതും ചേർത്ത്, മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പാൽ ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. കുറച്ച് പാലും ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് മുകളിലായി കുറച്ച് കസ്കസും കുറച്ച് പിസ്ത, നിലക്കടല, കുറച്ച് പപ്പായ കഷ്ണവും മാങ്ങ കഷ്ണവും ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത് കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇത് കഷ്ണങ്ങളൊക്കെ കടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഹോർലിക്സ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി തന്നെ അറിയണം. നല്ല രുചിയുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ കഴിക്കാം. അതല്ലെങ്കിൽ ഇടനേരങ്ങളിൽ ഉണ്ടാക്കി കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറായി. താങ്ക് യു.